നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വളരെ അപകടം പിടിച്ച പല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അതിലൊന്നാണ് പഞ്ചസാര, പിന്നെ മറ്റൊന്ന് അരി ഭക്ഷണം, പിന്നെയാണ് ഈ പല നമ്മൾ കരിക്കാനും വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലെ കൃത്രിമ ഓയിലുകൾ, പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ ഉപ്പിൻ്റെ ഉപയോഗം. ഇതൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും അപകടം പിടിച്ചൊരു വസ്തുവാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഈ പഞ്ചസാര ഉണ്ടാക്കുന്നത് കരിമ്പിൻ്റെ നീരിൽ നിന്നാണ്. കരിമ്പിൻ്റെ നീര് കെമിക്കൽ പ്രോസസ്സ് നടത്തിയിട്ട് 100% കൃത്രിമമായിട്ടാണ് ഈ പഞ്ചസാര ഉണ്ടാക്കുന്നത്. ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഈ പഞ്ചസാര സത്യത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമേ ഇല്ല. ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഗ്ലൂക്കോസിൻ്റെ ആവശ്യം ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ കഴിക്കുന്ന ഈ പഞ്ചസാര ആവശ്യമില്ല. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും നമ്മൾ കഴിക്കുന്ന പാനീയങ്ങളിൽ നിന്നൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ശരീരത്തിന് കൃത്യമായിട്ട് അത് പ്രോസസ്സ് എടുക്കാൻ ശരീരത്തിന് കഴിയും. ഈ കൃത്രിമ പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ആവശ്യമേ ഈ സാധനം ഇല്ല. നമ്മൾ കഴിക്കുന്നില്ലേ? എത്ര നമ്മൾ കഴിക്കുന്നത്? ഇപ്പോൾ അടുത്ത് WHO, അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ശരാശരി വ്യക്തി ഒരു ദിവസം 50 ഗ്രാം പഞ്ചസാര കഴിക്കുന്നുണ്ട്. 50 ഗ്രാം ഒരു ദിവസം, അത് വലിയൊരു കണക്കാണ്. 50 ഗ്രാം ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലാവുമ്പോൾ ഒരു വ്യക്തി 1.5 കിലോ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ഈ പഞ്ചസാര നമുക്ക് ആവശ്യമേ ഇല്ല, എന്നാലും 1.5 കിലോ ഒരു മാസത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വർഷം ഇൻറ്റു 12 ആകുമ്പോൾ ഒരാൾ 18 കിലോ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു കണക്ക് നോക്കാം. ആവറേജ് ഒരാളെ ഒരു ആയുസ് 60 കൊല്ലം എടുക്കുക. 60 കൊല്ലമാണെങ്കിൽ 1 ടണ്ണിൻ്റെ മുകളിലാണ് ഒരു വ്യക്തി ഒരു ലൈഫിൽ ഈ പഞ്ചസാര ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഇത് ഡയറക്റ്റ് സാധനം കൃത്രിമ പഞ്ചസാര ആവശ്യമേ ഇല്ല. നോക്കാം ഈ പഞ്ചസാര ഇനി എന്തൊക്കെ മുകളിലുള്ള പ്രശ്നങ്ങൾ നോക്കാം. നമ്മുടെ ശരീരത്തിലേക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ ആമാശയത്തിൽ വിഘടിച്ചത് ഗ്ലൂക്കോസ് ആവും. ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഈ പഞ്ചസാരൻ്റെ വരുന്ന ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്നുള്ളൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇത് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു ലഹരി ഹോർമോണാണ് ചിത്തത്തിൽ. അത് അന്ന് പഞ്ചസാര ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഡോപ്പമിന് ഉൽപ്പാദനം കൂടുമ്പോൾ നമുക്കൊരു ഒരു ഉന്മാദം, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഉന്മേഷം, പ്രത്യേക സുഖം ഒരവസ്ഥ കുറച്ച് സമയത്തിൽ ഉണ്ടാകുള്ളൂ. പിന്നെ ഇതിൻ്റെ വലിയൊരു അപകടം, നമ്മളിത് ലഹരിയാണെന്ന് പറഞ്ഞു. ഇത് ലഹരിയാകുമ്പോൾ അഡിക്ഷൻ പറഞ്ഞാൽ അടിമപ്പെടുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ രാവിലെ ചായ കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാര വേണം, പിറ്റേ ദിവസം പഞ്ചസാര അല്ലാതെ നമുക്ക് കഴിക്കാൻ ഇത് കഴിയണില്ല. നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടിമയാക്കുന്നുണ്ട് ഈ പഞ്ചസാര. ഇതുകൊണ്ടല്ല വലിയ പ്രയാസമൊന്നും നമുക്കറിയാം, പ്രമേഹം തന്നെയാണ്. നമ്മുടെ നാട്ടുപുറത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലാണ്. പ്രത്യേകിച്ച് ഈ പഞ്ചസാരയുടെ അളവ് തന്നെയാണ്, യാതൊരു തർക്കം അതിൽ ഇല്ല, പ്രമേഹം. പിന്നെ അതുപോലെ തന്നെ ഈ പൊണ്ണത്തടി. എങ്ങനെ നമ്മൾ ശരീരത്തിൽ ഒരു വ്യക്തിനെ തടി കൂടുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം എന്ത് ചെയ്യും? ആ ഭക്ഷണത്തിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാവും. പക്ഷെ അന്ന് നടക്കാനും ഓടാനൊക്കെ ഗ്ലൂക്കോസ് ശരീരം എടുക്കും. ബാക്കി വരുന്ന ഗ്ലൂക്കോസ് ശരീരം എന്ത് ചെയ്യും? കൊഴുപ്പ് രൂപത്തിൽ ശരീരത്തിൽ സംഭരിച്ചു വെക്കും. കൊഴുപ്പ് പറഞ്ഞാൽ നെയ്യാണത്, നെയ്യിൻ്റെ മാല, നാട്ടുഭാഷ പറഞ്ഞാൽ നെയ്യിൻ്റെ മാലയാണത്. മഞ്ഞ നിറത്തിലെ വസ്തുവായിരിക്കും. ഇതിന് ഈ പൊണ്ണത്തടിക്കുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ നാട്ടിലുള്ള ഈ പഞ്ചസാരയുള്ള അമിതമായിട്ടുള്ള ഉപയോഗം. പഞ്ചസാര ഡയറക്റ്റിൽ നമ്മൾ പഞ്ചസാരയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബേക്കറി ജ്യൂസ് പല രീതിയിൽ മധുരം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. മറ്റൊന്നാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട ആളുകൾ, വളരെ കുറഞ്ഞ വളരെ പ്രായം കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് മരിക്കുന്നത് കാണുന്നുണ്ട്. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ മെയിൻ കാരണം എന്താണ്? നമ്മുടെ ഞരമ്പിൻ്റെ ഉള്ളിൽ ഈ കൊഴുപ്പ് നിന്ന് അടിയും, അപ്പം എന്ത് ചെയ്യും? വേണ്ട രീതിയിൽ രക്തം പാസ് ചെയ്യാതെ വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് ഒരു കാരണം എന്താണ്? നമ്മുടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ പഞ്ചസാരൻ്റെ ഈ ഉപയോഗം തന്നെയാണ്. പിന്നെ മറ്റൊന്നാണ് ഈ ഇൻഫ്ലമേഷൻ. അത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് പറഞ്ഞാൽ ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന് അവിടെ വേദന, ഇവിടെ വേദന, പല സ്ഥലത്ത് ഒരു വേദന അനുഭവപ്പെടും. ഇത് നീർക്കെട്ട് ഉണ്ടാക്കുന്നത് ഈ പഞ്ചസാരയായിട്ടുള്ള ഒരു ഉപയോഗം തന്നെയാണ്. പിന്നെ കേരളത്തിൽ വ്യാപകമായിട്ട് കാണുന്ന മറ്റു രോഗമാണ് കിഡ്നി രോഗം. കിഡ്നി രോഗത്തിന് ഒരു കാരണം ഷുഗർ വരികയാണ്. ഷുഗർ വന്നാൽ പിന്നെ ശ്രദ്ധിച്ചില്ല, ഷുഗർ രോഗികൾക്ക് അത് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയൊരു ശതമാനം ആളുകൾക്ക് അത് അവസാന ഘട്ടത്തിലേക്ക് അത് കിഡ്നി പോകും. പിന്നെ കിഡ്നി പോകാൻ മറ്റൊരു കാരണം നമ്മുടെ ഉപ്പിൻ്റെ ഉപയോഗമാണ്. അശാസ്ത്രീയമായിട്ടുള്ള ഈ ഉപ്പിൻ്റെ ഉപയോഗമാണ് കിഡ്നി രോഗത്തിന് കാരണമാകുന്നുണ്ട്. മറ്റൊന്നാണ് ഈ 50-60 വയസ്സ് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ എല്ലുമായി ബന്ധപ്പെട്ട അസുഖം വരുന്നുണ്ട്. ഈ എല്ല് തേയ്മാനം അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയൊക്കെ വരുന്നുണ്ട്. ഇതിനൊരു മെയിൻ കാരണം
ഈ പഞ്ചസാരൻ്റെ ഉപയോഗം. കാരണം അതിലെങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലിൻ്റെ ബലത്തിന് ശരി കാൽസ്യം ഭക്ഷണം വേണം. കാൽസ്യം നമ്മൾ പല നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, കാൽസ്യം കുറേ എത്തും. പക്ഷെ നമ്മൾ കൂടുതൽ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ എത്തുന്ന ഈ കാൽസ്യത്തെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം എന്ത് ചെയ്യും, ഈ ഷുഗർ എന്ത് ചെയ്യും, ഈ കാൽസ്യത്തെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുക. അപ്പോൾ ഈ എന്ത് ചെയ്യുക, നമ്മളെ എല്ലുകളുടെ ആരോഗ്യത്തെയും ഈ പഞ്ചസാര ഉപയോഗം നമ്മളെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് പല്ല്. ഈ വൈകുന്നേരങ്ങളൊക്കെ നല്ല മധുരം കഴിച്ചിട്ട് കൃത്യമായിട്ട് പല്ലൊക്കെ കടന്നുറങ്ങിയാൽ എന്ത് ചെയ്യും, അതൊരു ശീലാക്കി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമ്മൾ പല്ലിൻ്റെ എനാമലൊക്കെ നഷ്ടപ്പെട്ട് പോകും. ഈ പല്ലിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള പല്ലുള്ള ആൾക്കാർ കൂടുതൽ കാലം ആയുസ് കിട്ടും. കാരണം നല്ല ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചര കഴിക്കണമെങ്കിൽ പല്ല് തന്നെ വേണം. കൃത്രിമ പല്ല് അത്ര പോലെ അത് കിട്ടില്ല. അപ്പം പലർക്കും തോന്നുന്നുണ്ടോ, എന്താ ഇത് ഈ ഇത്ര അപകടം പിടിച്ച് ഭക്ഷണത്തിനെ സർക്കാർ നിരോധിച്ചൂടെ? സർക്കാർ നിരോധിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു വലിയ വ്യവസായമാണ്. സർക്കാരിനെ വരെ മറച്ചിടുന്ന രീതിയിലുള്ള അത്ര വലിയ സാമ്പത്തിക ശക്തികളാണ് ഈ പഞ്ചസാര വ്യവസായത്തെ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെ. പിന്നെ മാത്രമല്ല, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം തീരുമാനം നമ്മളല്ല, അത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളാണ്. ഇതെന്ത് പഞ്ചസാര അവർക്ക് സെയിൽ ചെയ്യണം, അതിലൂടെ പല രോഗികൾ വരും, അതിൻ്റെ പിന്നിൽ മരുന്ന് കച്ചവടം വരുന്നുണ്ട്, അതിന് പിന്നിൽ ഹോസ്പിറ്റൽ. ഇതൊരു എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ചെയിൻ, ഒരു സാമ്പത്തിക പ്രത്യേക ചെയിനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ഇങ്ങനെ അപ്പോൾ നമുക്ക് മനസ്സിലായി പഞ്ചസാര വലിയ അപകടമാണെന്നുള്ളത്. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഒരു മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു 1-2 മാസങ്ങൾ കൊണ്ട് നമുക്ക് 100% പഞ്ചസാര നമുക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇതുപോലെ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ പൊണ്ണത്തടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട വ്യായാമങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിൻ്റെ VIP ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, മറ്റൊരു വിഷയവുമായി നാളെ കാണാം.